ചേട്ടാ ഈ വെള്ളത്തിന് എത്ര രൂപയാ? ഒന്ന് നോക്കിക്കേ. 20 രൂപയാണ് MRP. കണ്ടോ, ഇത് 200 രൂപ ഈ കുപ്പി. ഈ കുപ്പി കണ്ടോ, 10 രൂപയുടെ കുപ്പിയാ. 100 രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നത്. ഓക്കെ ചേട്ടാ, ആളൊന്നിന് 1200 രൂപ കൊടുത്ത് ഞങ്ങൾ കയറിയതാ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ വെള്ളമില്ല, നമുക്കൊരു കുപ്പി വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ 10 ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ഇത് നോക്കിയേ, ഇതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാ കണ്ടോ, ഇതാണ് അവരുടെ കുടിവെള്ള സംഭരണി. ഇത് ബാത്റൂമിൽ വെള്ളം പിടിച്ചിട്ടാണ് എല്ലാവരും കുടിച്ചത്. നമുക്കൊക്കെ ബാത്റൂമിൽ നിന്നാണ് പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞത് അവര്. നമ്മൾ പിന്നെ ആരടുത്ത് കംപ്ലൈന്റ് ചെയ്യണം, ആരടുത്ത് പറയണം എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് കൈമലർത്തി കാണിക്കുകയാണ് അവിടുത്തെ സംഘാടകരും എല്ലാവരും. പുറത്തുപോയി വെള്ളം വാങ്ങിച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പൊക്കോ, ഞങ്ങൾ പിന്നെ കയറ്റത്തില്ല, വെള്ളം തരാനും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ചെറിയ കപ്പിൽ 50 രൂപയ്ക്കാണ് കോള വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളത്. വെള്ളമാണെങ്കിൽ അവിടെ കിട്ടുന്നില്ല. ഒരു കുപ്പി കൊണ്ടുപോയി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ പോലീസുകാർ പറയുന്ന മാറിക്ക് അങ്ങനെ പറയുക. വെള്ളം ദാഹിച്ച് ഊപ്പാട് വരുമല്ലേ. അതുപോലെ ഇവരുടെയൊക്കെ ഫുഡിന്റെ വിലയോ അതൊന്നും ആലോചിച്ച് നോക്കുക. ഒന്നും കഴിക്കാതെ വന്നിരുന്നത്. അത് പിന്നെ 2 ചപ്പാത്തി കറിക്കും കൂടി 150 രൂപ. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഒരു കുപ്പി വെള്ളം 300 രൂപ, ഒരു ഗ്ലാസ് വെള്ളം 150 രൂപ. വെള്ളം വേറെ വെള്ളം കുടിക്കാനില്ല. ഭയങ്കര മോശം. ഇനി ജന്മത്തിൽ കയറൂല നമ്മൾ. ഭയങ്കര മോശം. ഞങ്ങൾ ചേപ്പോക്കിലും ചിന്നസ്വാമിയിലൊക്കെ കളി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അവിടെയുള്ള സൗകര്യത്തിന്റെ 100-1 പോലും അവരിവിടെ ഒരുക്കിയിട്ടില്ല. അതൊരു 5 മണിക്കൂറായിട്ട് കുടിവെള്ളം ആർക്കും കിട്ടിയിട്ടില്ല. കൊച്ചു പിള്ളേർ വരെ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു. ഫുഡ് ആവശ്യത്തിനുണ്ട്, പക്ഷേ ഫുഡിന് അന്യായ റേറ്റുമാണ്. കുറച്ച് വെള്ളം പോലും കുടിക്കാനില്ല. ഞങ്ങളുടെ ഈ 2 ലിറ്ററിന്റെ വെള്ളം വാങ്ങിച്ചോണ്ടാ പോയത്. അത് അവർ പ്ലാസ്റ്റിക് കുപ്പിയാണെന്ന് കരുതി പറഞ്ഞ് അവരത് വാങ്ങിച്ചു വെക്കുകയും ചെയ്തു.